everyone, welcome to LK Group of Educational Services. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അടുത്ത മേജർ ടോപ്പിക് എന്താണെന്നല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണത്? അത് ആര് ഫോളോ ചെയ്യേണ്ടതാണ്? സിറ്റിസൺസ് ഫോളോ ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോളോ ചെയ്യേണ്ടതാണോ? അത് സിറ്റിസൺസ് കമ്പൽസറി ആയി ഫോളോ ചെയ്യേണ്ടതാണോ? അപ്പോൾ എന്താണ് DPSP എന്നും എന്തൊക്കെയാണ് നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. Directive Principle of State Policy. Introduction. Article 36 to 51 under Part 4 of the Indian Constitution deals with Directive Principle of State Policy. DPSP in short. DPSP പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ്? Part 4ലാണ് DPSP യെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. They are borrowed from the Constitution of Ireland, which had copied it from the Spanish Constitution. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല പ്രൊവിഷനുകളും നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ബാഗ് ഓഫ് ബോറോയിങ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് റെഫറൻസ് ആണ് DPSP എടുത്തിരിക്കുന്നത്? ഐറിഷ് അല്ലെങ്കിൽ അയർലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP എന്ന് പറഞ്ഞ പ്രൊവിഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അയർലാൻഡ് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണ് അയർലാൻഡ് DPSP അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. This article will solely discuss the directive principle of state policy, its importance in the Indian Constitution and the history of conflict with the fundamental right. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അതിന്റെ എലമെന്റ്സ് ഓഫ് കോൺഫ്ലിക്ട് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ എന്തായാലും നോക്കുന്നതായിരിക്കും. The Sarpro Committee in 1945 suggested two categories of individual right. സപ്രൂ കമ്മിറ്റി ഓർത്ത് വെക്കണം. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ അത് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് പഠിച്ചത്, കുറച്ചുകൂടെ ആക്സസിബിൾ ആവാൻ. അതേപോലെ തന്നെ DPSP നമ്മൾക്ക് 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് നോക്കാം. So, Sapru Committee in 1945 suggests two category of individual rights. അപ്പോൾ DPSP ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ എന്തൊരു പ്രൊവിഷൻ എഴുതാൻ വേണ്ടിയിട്ടും നമ്മൾ ചില കമ്മിറ്റീസിന്റെ റെഫറൻസുകൾ എടുക്കും. ഈ സപ്രു കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ പേര് ഓർത്ത് വെക്കണം. ഈ സപ്രു കമ്മിറ്റി 1945 ഒരു സജഷൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്താണ്? 2 categories of individual right. ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സപ്രു കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. One being justiciable and other being non-justiciable right. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ റൈറ്റിന് എന്ത് തരം 2 ക്ലാസിഫിക്കേഷൻ ആക്കണം എന്നാണ് സപ്രു കമ്മിറ്റി പറഞ്ഞിരുന്നത്? ജസ്റ്റീഷ്യബിൾ റൈറ്റ് ആൻഡ് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്. The justiciable rights, as we know, are the fundamental rights, whereas non-justiciable rights are one of directive principle of state policy. Justiciable rights എന്ന് പറഞ്ഞ ഏത് റൈറ്റ്സ് ആണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് justiciable rights എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് DPSP. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ദാറ്റ് ഇസ് justiciable rights and non-justiciable rights. Justiciable റൈറ്റ്സിന്റെ അണ്ടറിലുള്ള എക്സാമ്പിൾ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിന്റെ എക്സാമ്പിൾ എന്താണ്? DPSP. ഇതാണ് സപ്രു കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്ന ക്ലാസിഫിക്കേഷൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ. ഇനി DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 3 ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. The directive principle are classified on the basis of their ideological sources and objective. These are directives based on. അപ്പോൾ നമ്മുടെ DPSP എന്ന് പറയുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ DPSP ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഐഡിയോളജിക്കൽ സോഴ്സസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഐഡിയോളജിക്കലി, അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ട ഐഡിയോളജിക്കലി ആയിട്ടുള്ള എന്തൊക്കെ പ്രിൻസിപ്പിൾസ് കൊടുക്കണമെന്നും അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സും മുന്നോട്ട് വെച്ചിട്ടാണ് DPSP ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ DPSPയുടെ അണ്ടറിലുള്ള ഡയറക്റ്റീവ്സ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ. ഈ 3 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് DPSP ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ അതിനെ സംബന്ധിച്ചായിരിക്കും ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചായിരിക്കും. സെക്കൻഡ് ക്ലാസ് നമ്മൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും, തേർഡ് ക്ലാസ് കൺക്ലൂസീവ് ക്ലാസ് നമ്മൾ ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ കവർ ചെയ്യുന്നതായിരിക്കും. ഡയറക്റ്റീവ് ബേസ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. ഇനി സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിന്റെ അണ്ടറിൽ ഇന്ന ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഇനി അത് തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിളിന്റെ അണ്ടറിൽ ബാക്കിയുള്ള ആർട്ടിക്കിൾസും ഇന്റലക്ച്വലിൽ ബാക്കി അണ്ടറിലുള്ള ആർട്ടിക്കിൾസും, ഇങ്ങനെയാണ് DPSP മൊത്തമായിട്ട് പാർട്ട് 4 കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 38.
The state shall strive to promote the welfare of the people by securing and protecting a social order, by ensuring social, economic and political justice, and by minimizing inequality in income, status, facilities and opportunity. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 38 പറയുന്നത്? സ്റ്റേറ്റ് എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്തിനു വേണ്ടി സ്ട്രൈവ് ചെയ്യണം? സ്റ്റേറ്റ് സ്ട്രൈവ് ചെയ്യേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് പ്രൊമോട്ട് ചെയ്യാൻ? വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ. എങ്ങനെയാണ് നമുക്ക് വെൽഫെയർ, ആൾക്കാരിൽ എല്ലാ തരം ഇതുകളും നമുക്ക് വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നമ്മൾ എന്തൊക്കെ എൻഷുർ ചെയ്യുമ്പോൾ? സോഷ്യൽ ഇൻഇക്വാലിറ്റി ഇല്ലാണ്ടാക്കുമ്പോൾ, എക്കണോമിക് ഇൻഇക്വാലിറ്റി ഇല്ലാണ്ടാക്കുമ്പോൾ, പൊളിറ്റിക്കൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു സൊസൈറ്റി വെൽഫെയർ സൊസൈറ്റി ആക്കാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇൻകമിലുള്ള ഇൻഇക്വാലിറ്റി റിമൂവ് ചെയ്യണം. ഒരാളെയും ഒരു രീതിയിലും സ്റ്റേറ്റസ് ബേസിലോ, ഇൻകം ബേസിലോ, അല്ലെങ്കിൽ ഫെസിലിറ്റി ബേസിലോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ബേസിലോ ഒരിക്കലും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ സെഗ്രിഗേറ്റ് ചെയ്യാനോ പാടില്ല. അപ്പോഴാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? ഒരു സെക്യൂർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് നമുക്ക് സിറ്റിസൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ എന്തുണ്ടാവില്ല? ഒരു രീതിയിലും സോഷ്യലോ എക്കണോമിക്കലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസോ ഉണ്ടാവില്ല. ഒരു സോഷ്യലും എക്കണോമിക്കായിട്ടുള്ള ഒരു ഇൻഇക്വാലിറ്റിയും സൊസൈറ്റിയിൽ, വെൽഫെയർ സൊസൈറ്റിയിൽ നമ്മൾ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതാണ് ആർട്ടിക്കിൾ 38 പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പ്രൊവിഷൻ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം സ്റ്റേറ്റ് എന്തൊരു പ്രൊവിഷനും ഉണ്ടാക്കേണ്ടത്, ഒരു രീതിയിലും ഇൻഇക്വാലിറ്റിയോ ഇൻജസ്റ്റിസോ ഇല്ലാത്ത രീതിയിൽ. Article 39. The state shall in particular direct its policies towards securing. സ്റ്റേറ്റ് എന്തൊരു പോളിസീസ് ഉണ്ടാക്കുമ്പോഴും, എന്തൊരു പോളിസീസ് മുന്നോട്ട് വെക്കുമ്പോഴും എന്തൊക്കെ സ്റ്റേറ്റ് മനസ്സിൽ വെക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പോളിസീസ് സ്റ്റേറ്റ് മൈൻഡിൽ വെച്ചിട്ട് വേണം നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൻസിന് വേണ്ടിയിട്ട് ലെജിസ്ലേഷൻ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ടു ആൻ അഡിക്വേറ്റ് മീൻ ഓഫ് ലൈവ്ലിഹുഡ് ടു ഓൾ സിറ്റിസൺ. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നതാണ്. അതായത് എല്ലാ വ്യക്തികൾക്കും തുല്യമായിട്ടുള്ള ലൈവ്ലിഹുഡ്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഏർണിങ്ങും പ്രോപ്പറായിട്ട് ജീവിക്കാനുള്ള എന്തൊരു ഇൻകമും കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പർ ലൈവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്തൊരു ലോയും സ്റ്റേറ്റ് ഉണ്ടാക്കേണ്ടത്. Second one, the ownership and control of material resources shall be organized in a manner to serve the common good. നമ്മുടെ രാജ്യത്തിലുള്ള എന്തൊരു മെറ്റീരിയൽ സോഴ്സസ്, അതിപ്പോൾ അരി ആയിക്കോട്ടെ, എന്ത് തന്നെ മെറ്റീരിയൽ റിസോഴ്സ്, പെട്രോൾ ആയിക്കോട്ടെ, അങ്ങനെ എന്തൊരു മെറ്റീരിയൽ റിസോഴ്സ് എടുത്താലും അതെങ്ങനെ വേണം ഷെയർ ഇടാൻ? എല്ലാ ആൾക്കാർക്കും തുല്യരായിട്ട്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം മെറ്റീരിയൽ റിസോഴ്സസ് നമ്മുടെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. The state shall avoid concentration of wealth in few hands. ഒരു വ്യക്തിയിൽ മാത്രം വെൽത്ത് എത്തുന്ന രീതിയിൽ ഒരിക്കലും സ്റ്റേറ്റ് ഒരു രീതിയിലുള്ള റൂളോ റെഗുലേഷൻസോ ഉണ്ടാക്കാൻ പാടില്ല. വെൽത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണം. അല്ലാതെ ഒരാളിലേക്ക് മാത്രം വെൽത്ത് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള പ്രൊവിഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പാടില്ല. Equal pay for equal work for both men and women. ആൺ പെൺ വ്യത്യാസമില്ലാതെ, ഏതൊരു തരം ക്ലാസിഫിക്കേഷൻ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ട് എന്ത് കൊടുക്കണം? പേ കൊടുക്കണം, ശമ്പളം കൊടുക്കണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ചെയ്യുന്ന, അതായത് ഏതൊരു ജോലിയും തുല്യമായി ചെയ്യുന്ന ആ ജോലിക്ക് അനുബന്ധിച്ച് അതേപോലത്തെ സാലറി അല്ലെങ്കിൽ അതേപോലത്തെ പേയ്മെന്റ് കൊടുക്കണം. അവരെ ഒരു രീതിയിലും സെഗ്രിഗേറ്റ് ചെയ്യരുത്. ആണാണ് പെണ്ണാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൂടുതലോ കുറവോ കൊടുക്കാൻ പാടില്ല. ഈക്വൽ വർക്കിന് ഈക്വൽ പേ ആയിരിക്കണം. The protection of the strength and health of the workers. ഏതൊരു ജോലിക്കാരും ഏതൊരു ജോലി ചെയ്തോട്ടെ, അതിപ്പോൾ ഒരു എന്താ പറയുക ഡ്വെല്ലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പോലീസ് ആയിക്കോട്ടെ, ഏതൊരു ക്ലാസിഫിക്കേഷൻ ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഹെൽത്ത് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കണം. അത് അവർ ഇന്ന ജോലി ചെയ്യുന്നതുകൊണ്ട് പാടില്ല എന്നോ, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുന്നതുകൊണ്ട് കൊടുക്കണം എന്ന് പാടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഹെൽത്ത് പ്രൊട്ടക്ഷൻ, അതേപോലെ അവർക്ക് സ്ട്രെങ്ത് പ്രൊട്ടക്ഷനും കൊടുക്കണം. ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് ഷാൽ നോട്ട് ബി എക്സ്പ്ലോയിറ്റഡ്. ഒരു കുഞ്ഞിൻ്റെയും ചൈൽഡ്ഹുഡ്, അതായത് ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രഷറൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഒരു ചെറിയ ഏജിൽ തന്നെ ആ കുട്ടീനെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ വിടുകയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ്. അല്ലെങ്കിൽ ആ കുട്ടികളെ ഇപ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ട്രാഫിക്കിങ് അങ്ങനെ പോലത്തെ എക്സ്ട്രീം ഇതുകളുണ്ട്. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അവരെ സെക്സ് വർക്കിനും ബാക്കി ബെഗിങ്ങിനാണെങ്കിലും അങ്ങനത്തെ ഇതുകളിലേക്ക് കുട്ടികളെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ചൈൽഡ്ഹുഡും യൂത്തും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ആക്ട് സൊസൈറ്റിയിൽ നിലനിൽക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസും പ്രൊവിഷൻസും വേണം നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ. Article 41. To secure the right to work,
to education and to public assistance in case of unemployment, old age, sickness and disability. Article 41 എന്താണ് പറയുന്നത്? Secure the right to work. എന്തൊക്കെ റൈറ്റ്സ് വേണം സെക്യൂർ ചെയ്യാൻ നമ്മുടെ സ്റ്റേറ്റ്? റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റ്. എന്തിനു വേണ്ടിയിട്ട്? എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ, ഒരു അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ ആ അൺഎംപ്ലോയ്മെന്റ് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് റൈറ്റ് ടു വർക്ക്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് അവരുടേതായിട്ടുള്ള വർക്കുകൾ ചൂസ് ചെയ്ത് ചെയ്യാനും ഉള്ള റൈറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓൾഡ് ഏജ്, സിക്നസ് ആൻഡ് ഡിസേബിലിറ്റി. ഒരു വ്യക്തി ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കൂടെ ഗോ ത്രൂ ചെയ്യാണ്, അതായത് അൺഎംപ്ലോയ്മെന്റിൽ കൂടെയോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണോ, സിക്നസ്സോ ഡിസേബിലിറ്റിയോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അവരുടെ റൈറ്റ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത, അതായത് റൈറ്റ് ടു വർക്കോ റൈറ്റ് ടു എഡ്യൂക്കേഷനോ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ്, അവരുടെ റൈറ്റ്സും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കണം. Article 42, the state shall make provisions for securing just and human condition of work and for maternity relief. ഇതിലാണ് മെറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പറയുന്നത്. ഒരു സ്ത്രീ മെറ്റേണിറ്റി പീരിയഡിൽ കൂടെ, അതായത് പ്രഗ്നൻസിയിലെ മെറ്റേണിറ്റി പീരിയഡിൽ കൂടെ പോവുകയാണെങ്കിൽ ആ സ്ത്രീക്ക് മെറ്റേണിറ്റി റിലീഫ് കൊടുത്തിരിക്കണം. ഇതൊരു DPSP പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡയറക്ഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹ്യൂമൻ കണ്ടീഷൻ, അതായത് പ്രോപ്പർ എയർ, പ്രോപ്പർ വാട്ടർ, അതേപോലെ പ്രോപ്പർ വർക്ക്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ വർക്ക് കണ്ടീഷൻ സെക്യൂർ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടാക്കണം. Article 43, the state shall endeavor to secure to all workers a living wage and a decent standard of life. അതായത് എല്ലാ വ്യക്തികൾക്കും, ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പ്രോപ്പർ ആയിട്ടുള്ള ലിവിങ് വേജ്, അതായത് ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാനുള്ള ഒരു മിനിമം വേജ് ഉണ്ടാവുമല്ലോ, ആ ലിവിങ് വേജ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലൈഫ്, എക്സ്ട്രാ വാഗൻ ലൈഫ് അല്ല, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് ജീവിക്കാനുള്ള വേജ് അവർക്ക് കിട്ടാനുള്ള പ്രൊവിഷൻ നമ്മുടെ സ്റ്റേറ്റ് കണക്കിലാക്കണം. Article 43A, the state shall take steps to secure the participation of workers in the management of industries. അപ്പോൾ 43A അതിന്റെ സബാണ്. 43A സ്റ്റേറ്റ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് എന്തിനുള്ള സ്റ്റെപ്സ് എടുക്കണം? എല്ലാ വർക്കേഴ്സും ആ ഇൻഡസ്ട്രിയുടെ, അതായത് ഇൻഡസ്ട്രിയുടെ മാനേജ്മെന്റിൽ കോൺട്രിബ്യൂട്ടും ചെയ്യണം, അതിൽ മാക്സിമം പാർട്ടിസിപ്പേഷനും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ഇൻഡിഫറൻസ് മാറും. അപ്പോൾ സ്റ്റേറ്റ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ പാർട്ടിസിപ്പേഷൻ, വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ, എന്തില്? ഇൻഡസ്ട്രിയുടെ മാനേജ്മെന്റിൽ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷനും കൊണ്ടുവരാൻ നമ്മുടെ സ്റ്റേറ്റ് നോക്കണം. Article 47, to raise the level of nutrition and the standard of living to people and to improve public health. ഇപ്പം നമുക്കറിയാം റേഷൻ ഷോപ്സ് പോലെ പല ഇതുകളും ഉണ്ട് നമ്മുടെ മേഖലകളിൽ. ഗവൺമെന്റ് നമുക്ക് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ്, ബാക്കി സീരിയൽസ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റേറ്റ് ഓരോ പ്രൊവിഷൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് DPSPയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രോപ്പർ ന്യൂട്രീഷൻ ആൾക്കാരിലേക്ക് എത്താനും പ്രോപ്പർ ഹെൽത്ത് കണ്ടീഷൻ ആൾക്കാരിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും എടുക്കണം എന്ന് നമ്മുടെ DPSP ഡയറക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Article dash of the Constitution of India defines uniform civil code. ഏത് ആർട്ടിക്കിൾ ആണ് DPSPയുടെ അണ്ടറിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ ഏത് ആർട്ടിക്കിൾ ആണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്? യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും, അതായത് നമുക്കറിയാം ബാക്കി എല്ലാ ലോസും, ഇപ്പൊ CRPC, IPC, CPC, എവിഡൻസ്, ഏത് ലോ എടുത്താലും എല്ലാവരും, അതായത് ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, പാസി ആയിക്കോട്ടെ, ഏത് റിലീജിയനിലുള്ള ഒരു വ്യക്തിക്കും തുല്യമായിട്ട് എല്ലാവരും ഈ ലോയിന്റെ അണ്ടറിൽ തന്നെയാണ്. എല്ലാവർക്കും IPC, CRPC ഒക്കെ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ എവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്? പേഴ്സണൽ ലോയിൽ വരുമ്പോൾ, അതായത് മാരേജ്, ഡിവോഴ്സ്, അതേപോലെ തന്നെ മെയിൻ്റനൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലോയിലാണ് പോകുന്നത്. അതായത് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഹിന്ദുസിന് ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിംസിന് മുസ്ലിം മാരേജ് ആക്ട്, ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻ മാരേജ് ആക്ട്, അങ്ങനെ ഡിവൈഡായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് യൂണിഫോം സിവിൽ കോഡ്, ഈവൻ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ, അതായത് ഡിവോഴ്സ് ആയിക്കോട്ടെ, നമുക്ക് മെയിൻ്റനൻസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തൊരു പ്രൊവിഷൻ വരുമ്പോൾ അതിനും ഒരു ലോ, യൂണിഫോം സിവിൽ കോഡ്, ഒരു ലോ കൊണ്ടുവരാൻ. അപ്പോൾ ഇനി തൊട്ട് ഒരു മുസ്ലിം ഡിവോഴ്സിന് അപ്ലൈ ചെയ്താലും ഹിന്ദു ഡിവോഴ്സിന് അപ്ലൈ ചെയ്താലും ഒരു ലോ, ഇപ്പോൾ CRPC, IPC പോലെ ഒരു ലോയിൻ്റെ അണ്ടറിലായിരിക്കും അത് വരുന്നത്. അവർക്ക് പേഴ്സണൽ ലോസ് ഉണ്ടാവില്ല. അതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓരോരുത്തർക്ക് പേഴ്സണൽ ലോസ് ഉണ്ട്. അതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ
നമ്മുടെ എല്ലാ പ്രൊവിഷൻസും വരുന്നത്. പക്ഷെ ഇനി യൂണിഫോം സിവിൽ കോഡ് അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ലോയിന്റെ അണ്ടറിലായിരിക്കും എല്ലാം വരുന്നത്. അപ്പോൾ ഒരു റിലീജിയസ് സെഗ്രിഗേഷൻ അവിടെ കാണില്ല. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് ഏത് ആർട്ടിക്കിൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ പറയുന്നത്? ഓപ്ഷൻസ് ആർ 44, 42, 22, 24. ഏതാണ്? 44 ആണ്. ആർട്ടിക്കിൾ 44ലാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, which of the following parts is related to the DPSP, that is Directive Principle of State Policy? ഏത് പാർട്ടിലാണ് DPSP യെ കുറിച്ച് പറയുന്നത്? ഓപ്ഷൻസ് ആർ പാർട്ട് 4, പാർട്ട് 4A, പാർട്ട് 5, പാർട്ട് 6. ഏതാണ് നമുക്കറിയാം. പാർട്ട് 4ലാണ് DPSP പറയുന്നത്. The Panchayati Raj institutions are established as per constitutional directions of the dash. ഏത് ഡയറക്ഷൻസ് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നത്? നമുക്കറിയാം പഞ്ചായത്ത് എല്ലാ നമ്മുടെ ഇതുകളിലും നമുക്കറിയാവുന്ന ഒരു വേർഡാണ് പഞ്ചായത്ത്. അപ്പൊ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പ്രൊവിഷന്റെ അണ്ടറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഓപ്ഷൻസ് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, നൺ ഓഫ് ദി അബവ്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSPയിലാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. Next one, which of the following article deals with the improvement of public health under the DPSP in the Indian Constitution? Directive Principle of State Policy അല്ലെങ്കിൽ DPSPയിലെ ഏത് ആർട്ടിക്കിളിന് അണ്ടറിലാണ് പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്? ഓപ്ഷൻസ് ആ ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 47ലാണ് പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. Which one of the following directive principle is not based on socialist principle? ഈ പറഞ്ഞിരിക്കുന്ന ഏത് ഡയറക്ഷൻ ആണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മളത് ഓരോ ക്ലാസ് ആയിട്ട് നോക്കും. ഇന്ന് നമ്മൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച് നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സിൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഇതിലേതാണ്? നമുക്ക് നോക്കാം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ടു ഓൾ, ഇത് നമ്മൾ ഓൾറെഡി ഇന്ന് പഠിച്ചു. അപ്പൊ അത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിലാണ്. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, അത് നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി കേട്ടിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ്, ഡി പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻ ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കേട്ടു. അപ്പൊ ഇതിൽ ഏതായിരിക്കും സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയാത്തത്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ്. കാരണം നമ്മൾ യൂണിഫോം സിവിൽ കോഡ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴാണ് കണ്ടത്. നമ്മൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിന് അണ്ടറിൽ അത് കണ്ടില്ല. അപ്പോൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിലല്ല യൂണിഫോം സിവിൽ കോഡ് പറയുന്നത്. അപ്പോൾ DPSPയുടെ ഇന്നത്തെ ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ട് നമുക്ക് കൂട്ടാം സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ചും കൂട്ടാം. അപ്പോൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കമ്മിങ് അപ്പ് ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളിനെ കുറിച്ച് കാണാം. സോ അൺടിൽ ദെൻ പ്രിപ്പയർ വെൽ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.